ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പ് കറിയാണ്. സിമ്പിൾ പരിപ്പ് കറിയാണ്. ഇത് മസൂർ ദാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ പരിപ്പ് നന്നായിട്ട് ഞാൻ കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചേക്കുവാണ്. ഇത് ഒരു കപ്പുണ്ട്. ഒരു 250 ml ഒരു കപ്പിനകത്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ നകത്ത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു വിസിൽ മതിയായിരിക്കും. അതുപോലെ ഒത്തിരി വെന്ത് ഉടഞ്ഞങ്ങ് പോവുകയും വേണ്ട. ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ അടിച്ചു. ഞാൻ തീ ഓഫ് ചെയ്തു. ഇതിൻ്റെ സ്റ്റീമൊക്കെ പോയതിന് ശേഷം നമുക്ക് നോക്കാം. കണ്ടോ, കറക്റ്റ് ഞാൻ ഹൈ ഫ്ലെയിമിൽ മാത്രമേ അടിച്ചിട്ടുള്ളായിരുന്നുള്ളൂ. കറക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കടുക് താളിക്കാം. ഇത്രയേ ഉള്ളൂ. ഈ പരിപ്പ് കറി വളരെ സിമ്പിളാണ്. 2 സ്പൂൺ എണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, കറിവേപ്പില ഇട്ടു, പച്ചമുളക് ഇട്ടു, വറ്റൽമുളക് ഇട്ടു, ഞാൻ കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾ ഇട്ടിട്ടുള്ളായിരുന്നുള്ളത്. 1/4 ടീസ്പൂണോളം മഞ്ഞൾ ഇടുവാണ്. തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അല്ല, കറി റെഡിയായി. ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റിയാണ്. ചോറിനും ചപ്പാത്തിക്കും കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ജോലിക്കൊക്കെ പോകുന്നവർക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത റെസിപ്പി വരുന്നത് എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.